പുതുവേലിയുടെ മണ്ണിലേക്ക് കടന്നു വരുന്ന വീരനായകർ പ്രിയപ്പെട്ട പുതുവേലി പെരുന്നിരത്തിൽ ബിജു പി മാണി, എരുമേലി നാഗത്തുങ്കൽ റജി തോമസ്, കരിങ്കുന്നം വടക്കേക്കര ഷോയി ചെറിയാൽ, സംക്രാന്തി കൊഷാപ്പുഴയിൽ സാബു ചാക്കോ, നമ്മുടെ പ്രിയപ്പെട്ട വീരനായകരെ നീണ്ട കരഘോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സദസ്സിലുള്ളവർ നമുക്ക് കൈയടി നൽകുവാൻ ഒരു വലിയ കൈയടി. പുതുവേലിയുടെ നാമം 22 രാജ്യങ്ങളിൽ തങ്ങളുടെ പാദസ്പർശമേൽപ്പിച്ചുകൊണ്ട് അങ്ങ് ബ്രിട്ടനിൽ നിന്ന് ഇങ്ങ് മലയാളക്കരയിലേക്ക് റോഡ് മാർഗം അതിസാഹസികമായ ഒരു ദീർഘദൂര വീരഗാഥ സംഘടിപ്പിച്ച മലയാളക്കരയുടെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു നീണ്ട കൈയോടെ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ വേദിയിലേക്ക് നമ്മുടെ പുതുവേലി പൗരസമിതി സംഘടിപ്പിക്കുന്ന ഈ അനുമോദന യോഗത്തിലേക്ക് മുഴുവൻ ആളുകളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വിശിഷ്ട അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ, പുതുവേലി ജ്ഞാനായ പള്ളി വികാരി ഫാദർ ജോസഫ് ഈഴാവരത്ത്, വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ജിനി ഷിജു, വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജിമ്മി ജെയിംസ്, തങ്കമണി ശശി, ഉഷാ സന്തോഷ്, കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധി സി പി ജോയി, കേരള കോൺഗ്രസ് ജോസഫ് പ്രതിനിധി ജോർജ് കെ. ഒപ്പം തന്നെ നമ്മുടെ വീരനായകർ അങ്ങ് UK-യിൽ നിന്ന് ഒരിക്കൽ അർക്കനസ്തമിക്കാത്ത രാഷ്ട്രത്തിനുടമകളായിരുന്നു എന്ന് അഭിമാനിച്ചിരുന്ന ആ ബ്രിട്ടനിൽ നിന്ന് 22 രാജ്യങ്ങളിൽ മലയാളക്കരയുടെ പാദസ്പർശം, മലയാളത്തിൻ്റെ പാദം അവിടെ അർപ്പിച്ച് ഈ നാട്ടിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ വീരനായകരായ ബിജു പി മാണി പെരുന്നിലത്തിലെ അടക്കമുള്ള ബിജു പി മാണി പെരുന്നിലം, റജി തോമസ്, ഷോജി ചെറിയാൻ, സാബു ചാക്കോ എന്നിവരെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുന്നേ നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ഷൈജു മുളയാനിക്കൽ, പൗരസമിതിയുടെ പ്രസിഡന്റ് ഷൈജു മുളയാനിക്കലിനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. മുഴുവൻ ആളുകളെയും ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട മുഴുവൻ ആളുകളെയും, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെ വേദിയുടെ മുൻനിരയിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പുതുവേലിയിലെ പൗരാവലിയെ ഒന്നിച്ച് ചേർത്ത് പിടിച്ച് പുതുവേലിയുടെ സ്പന്ദനങ്ങളെ ഒപ്പം നിർത്തി
സന്തോഷവേളയിൽ അവർക്കൊപ്പം ചേർന്ന് സന്താപത്തിൽ അവരിൽ ഒരാളായി മാറുന്ന പുതുവേലി പൗരസമിതിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ പി കെ വിജയൻ അവരുടെ വാക്കുകൾക്കായി കാതോർക്കുന്നു. ഹലോ, സ്നേഹം നിറഞ്ഞ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബിജു കെ മാണിയും ബിജു പി മാണിയും സംഘവും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവർക്ക് വളരെ നല്ല രീതിയിലൊരു സ്വീകരണം കൊടുക്കണം നമ്മൾ കരുതിയിരുന്നു. പക്ഷേ മഴയുടെ ഇത് കാരണം നമുക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 14-ാം തീയതി അവർ യു കെയിലെ 5 വാർഡിലെ മെമ്പർമാരുണ്ട്. അവരെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ മിത്രം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധി ശ്രീക സാറുണ്ട്. ആ ശ്രീക സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ യോഗത്തിൽ പൗരസമിതിയോടൊപ്പം തന്നെ സഹകരിച്ച നമ്മുടെ കരോട്ട് പെരുന്തലത്തിൽ കൂട്ടായ്മയുടെ പ്രതിനിധി പി ജോസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യുണൈറ്റഡ് ക്ലബിൻ്റെ പ്രതിനിധി പി കെ സജിയെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJPയുടെ പ്രതിനിധിയായിട്ട് എത്തിയിരിക്കുന്ന ശ്രീ ശ്രീനിവാസനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ സുഹൃത്ത്, നമ്മുടെ ഏറ്റവും നമുക്ക് പറയാനുള്ളത് നമ്മുടെ ബിജു പി മാണിയാണ്. ബിജു പി മാണിയുടെ 3 സുഹൃത്തുക്കളും അവരെല്ലാവരെയും ഇതുപോലൊരു സാഹസികമായ യാത്ര ചെയ്തുകൊണ്ട് എത്തിച്ചേർന്ന് അവരെ അനുമോദിക്കേണ്ടത് വളരെ നമ്മുടെ ഈ നാട്ടുകാരുടെ അത്യാവശ്യമാണ്. ഈ നാട്ടുകാരുടെ പേരിലും എല്ലാവരുടെ പേരിലും പ്രത്യേകിച്ച് പൗരസമിതിയുടെ പേരിൽ ഞാൻ എല്ലാവരെയും ഒരു വാക്കിലും സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ നാട്ടുകാരോട് പ്രത്യേകമായി നന്ദിയുണ്ട്. ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇതുപോലെ വന്ന് സഹകരിച്ചതിന് ഈ നാട്ടിലുള്ള എല്ലാവരോടും പൗരസമിതിയോട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശ്രീ പി കെ വിജയൻ അവർ അങ്ങയുടെ വാക്കുകൾക്ക് സാന്നിധ്യത്തിന് നന്ദി. ഒരു നാടിനെ ഒരുമിച്ച് രാഷ്ട്രീയ, സാമൂഹിക, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോവുക ആ നാടിൻ്റെ ഒരു മേന്മയാണ്, സാംസ്കാരിക പൈതൃകമാണ്. പുതുവേലിയുടെ സാംസ്കാരിക പൈതൃകമായി മാറുന്ന പുതുവേലി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജേഷ് ശശി, ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ ജോസഫ് ഈഴാറാത്ത്, നമ്മുടെ ഇന്നത്തെ താരങ്ങളായ പ്രിയപ്പെട്ട 4 പേരും ബിജു ചേട്ടൻ, ഷോയ് ചേട്ടൻ, റജി ചേട്ടൻ, സാബു ചേട്ടൻ, പിന്നെ വേദിയിലിരിക്കുന്ന പ്രിയങ്കരായ നമ്മുടെ പുതുവേലിയുടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും അറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പഞ്ചായത്തിൽ നിന്ന് ചന്ത കൂട്ടി അവരെ സ്വീകരിച്ചു വരിക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടൊന്നും നടന്നില്ല. ഒന്നും മഴയുടെ ആധിക്യത്താൽ നടന്നില്ല. അപ്പം അതെല്ലാവരും സഹകരിക്കുക. അല്പം താമസമുണ്ടായതിലും ഒക്കെ സഹകരിക്കുക. എങ്കിലും ഇത്രയും പേരിവിടെ കൂടിയതിന് പ്രത്യേകമായ നന്ദിയോടെ ഓർക്കുന്നു. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനാണ്. ഇന്നലെ വൈകുന്നേരം എന്ന പോലെ മഴയുടെ ഈ സാഹചര്യം കണ്ടപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഇത് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് മഴയുടെ സാഹചര്യം കണ്ടപ്പോൾ നമ്മൾ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ അച്ഛൻ നമ്മളുടെ ഒരു വാടകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ലാതെ നമ്മുടെ തുറന്ന മനസ്സോടുകൂടെ നമ്മുടെ പുതുവേലിയുടെ ഒരു കാര്യമെന്ന രീതിയിൽ ഇത് നമുക്ക് ഹാള് തുറന്നു വന്നു. അച്ഛനെ പ്രത്യേകം ഈ വേദിയിൽ എല്ലാവരുടെയും പേരിൽ അച്ഛനെ നന്ദി അറിയിക്കുന്നു. ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രത്യേകമായ എല്ലാവരുടെയും അച്ഛൻ്റെ പ്രാർത്ഥന ഈ കൂട്ടായ്മയ്ക്ക് പുതുവേലിയുടെ മുന്നോട്ടുള്ള ഈ രാഷ്ട്രീയ, മത, വർണ്ണ, വർഗ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുവാനായിട്ടുള്ള അനുഗ്രഹം അച്ഛൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതുപോലെ എല്ലാവരുടെയും പേരിൽ ഇവർക്ക് ആശംസകൾ അർപ്പിക്കുന്നു. ഒപ്പം നമ്മുടെ ഇന്നത്തെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ള ചേച്ചിമാർ ഒരേ യൂണിഫോമിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പം എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യും. നിങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇവരെ ഈ കാര്യത്തിനായി പറഞ്ഞയച്ചതിനും അവർക്ക് പ്രാർത്ഥനയോടുകൂടെ വീട്ടിലിരുന്നതിനും ഒക്കെ. അപ്പോൾ എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരളക്കരയുടെ നാഗം UK-യിൽ നിന്ന് ശ്രീ ഷൈജു മുളയാനിക്കൽ, അങ്ങയുടെ വാക്കുകൾക്ക് നന്ദി. ഞങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചിരിക്കുന്നു. ബ്രിട്ടനിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയവരെ സ്വീകരിക്കാൻ ചേരുമ്പോൾ കിളിയന്നൂർ എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ നാമം
സംസ്ഥാനത്തെ തന്നെ മികവുറ്റ പഞ്ചായത്ത് എന്ന നിലയിലേക്ക് ഉയർത്തിയ വെളിയന്നൂരിൻ്റെ അഭിമാന വികസന നായകൻ, വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ സജയ് ശശി അവർകൾ അങ്ങയുടെ ഉദ്ഘാടന വാക്കുകൾക്ക് വേണ്ടി ഞങ്ങൾ കാതോർക്കുന്നു. ഇപ്പോൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഈ കാലത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നന്മകൾക്ക് നിറം കെട്ടുപോകുന്ന കാലം എന്നുണ്ണി, തിന്മകൾക്ക് കുറച്ചു വർണ്ണ ചന്തമേറുന്ന കാലം എന്നാണ്. നന്മകൾക്ക് നിറം കെട്ടുപോകുന്ന, തിന്മകൾക്ക് ചന്തമുണ്ട് എന്ന് അവകാശപ്പെടുന്നൊരു കാലത്താണ് ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്ര. അതിലൂടെ സമാഹരിക്കുന്ന പണം ഒരു നാട്ടിലെ അർബുദ രോഗബാധിതരാകുന്ന മുഴുവൻ ആളുകളുടെയും പുനർജീവനത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന ഒരു മഹാമനസ്കത അത് ചെറുതല്ല. അത് സാബു ചാക്കോയും റെജി തോമസും എല്ലാം ഒരു വേറിട്ട മാതൃക ഇന്ന് തുറന്നു കാണിക്കുന്നത്. ഇത്രയും ദൂരം യാത്ര ചെയ്യുക, യാത്രക്കിടയിൽ അവർ 20 രാജ്യങ്ങളോളത്തോളം തങ്ങേണ്ടി വന്നിട്ടുണ്ട്. ചെറിയ ഒരു ഇടവേളയിലാണെങ്കിലും കപ്പലിലൂടെ അവരുടെ യാത്രാ വാഹനത്തെ കയറ്റിക്കൊണ്ടുപോവേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായി ദീർഘകാലം നീണ്ടു നിൽക്കുന്നൊരു യാത്ര ഉണ്ടാക്കാവുന്ന പ്രതിസന്ധികൾ നമുക്കെല്ലാവർക്കും ചിന്തിക്കുന്നതിനപ്പുറത്താണ്. ആ യാത്ര ആരംഭിക്കുമ്പോൾ അവരുടെ കുടുംബം നൽകിയ പിന്തുണയും സഹായവും ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ചെറുതല്ല. കാരണം അവർ നൽകുന്ന പിന്തുണ കൂടിയാണ് ഒരു യാത്രയ്ക്ക് പ്രചോദനമായി മാറുക. അങ്ങനെ മുഴുവൻ ആളുകളുടെയും അനുഗ്രഹാശ്വാസത്തോടുകൂടി ക്രിസ്റ്റി ഹോസ്പിറ്റലിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി, ആ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി, ധനസമാഹരണത്തിന് വേണ്ടി അവർ ലോകം ചുറ്റുന്നു. അവർ നമ്മുടെ നാട്ടിലെത്തുന്നു. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു സ്വീകരണ സമ്മേളനം ഒരുക്കുമ്പോൾ ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ ഇവിടെ മികവിന് പുരസ്കാരം കൊടുക്കുന്ന വേദിയിലേക്ക് സ്വീകരണം ഒരുക്കുമ്പോൾ നമ്മൾ പുതിയ തലമുറയുടെ മനസ്സിലേക്ക് ഒരു വേറിട്ട വീക്ഷണം കൂടി തുറന്നു കൊടുക്കുകയാണ്. ഇതാണ് ഉദാത്തമായ മാതൃക. വെറുതെ ജീവിച്ചു പോകലല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അർത്ഥം. അതിനപ്പുറത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടക്കാരനായ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, ഒപ്പം ഷോയി ചെറിയാൻ, സാബു ചാക്കോ, ഒപ്പം തന്നെ പ്രിയപ്പെട്ട റെജി തോമസ്, ഇവർ തൊട്ടടുത്ത നാട്ടുകാരാണ്. നമ്മുടെ ജില്ലയിലെ തന്നെ മറ്റു പല പ്രദേശത്തും ജീവിക്കുന്നവരാണെങ്കിൽ പോലും കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് ഈ 3 പേരും കൂടി പുതുവേലിയുടെ ഭാഗമായി മാറി. കാരണം പുതുവേലിയുടെ സംസാരത്തിലെല്ലാം ഇവരുടെ കൂടി പേരുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉൾപ്പെട്ടു വരുന്നു എന്നത് ഏറെ സന്തോഷപ്രദമായ കാര്യമാണ്. ഇവർ നടത്തിയ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന്, സമാനതകളില്ലാത്ത ഈ ഇടപെടലിന് സ്നേഹപൂർവ്വം ഈ നാടിനു വേണ്ടി, ഇവരുടെ മുമ്പിൽ ഈ നാടിനു വേണ്ടി തന്നെ ഞാൻ ശിരസ് നമിക്കുകയാണ്. ഇവരുടെ പ്രവർത്തനത്തിന്, ഇവരുടെ മുക്തകണ്ഠമായ സമാനതകളില്ലാത്ത പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസയും ഈ ഘട്ടത്തിൽ നേരുകയാണ്. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളെയും സന്തോഷങ്ങളെയും അതിൻ്റെ ലക്ഷ്യങ്ങളെയും ആദരവോടെ കാണുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ഒരു ഉപവി തീർത്ഥാടക യാത്രയിൽ പങ്കാളിത്തം കൊണ്ടും അതിൻ്റെ ലക്ഷ്യം കൊണ്ടും വിസ്മയിപ്പിക്കുന്ന ബിജു പി മാണി, ഷോയി ചെറിയാൻ, സാബു ചാക്കോ, റെജി തോമസ്, നിങ്ങൾക്ക് 4 പേർക്കും ഈ പ്രദേശത്തിൻ്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും. പുതിയ കാനാൻ ദേശം കാണാൻ മരുഭൂമി യാത്ര നടത്തിയ പഴയകാല യഹൂദരെ പോലെ 40 വർഷക്കാലം യാത്ര ചെയ്ത് സമൃദ്ധമായ കാനാൻ ദേശം കണ്ടതുപോലെ ഇവരുടെ ഈ യാത്രയിലൂടെ കാത്തിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ മുന്നിൽ കാനാൻ ദേശമായി ഇവരുടെ ജീവിതം, ഇവരുടെ യാത്ര സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മിടുക്കരായ കുട്ടികൾ സമ്മാനം വാങ്ങുന്നു. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, വരും കാലങ്ങളിൽ നിർമ്മിത ബുദ്ധിക്ക് പ്രാധാന്യം നൽകുന്ന പുതിയ കാലങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പാതകൾ പോകുമ്പോൾ പുതിയ തലമുറയ്ക്ക് ആ മേഖലയിൽ മികച്ച വിദ്യാഭ്യാസം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥന കൂടി ആ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി. പ്രിയപ്പെട്ട ഈഴറകത്തച്ഛൻ, അങ്ങയുടെ വാക്കുകൾക്ക് സാന്നിധ്യത്തിന് എല്ലാം നന്ദി.
അടുത്തതായി ഗ്രേസി ബിജുവിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിന് പൂർണ്ണ പിന്തുണയുമായി നിന്ന ബിജു പി മാണിക്കൊപ്പം പൂർണ്ണ പിന്തുണയുമായി നിന്ന അവരെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. അടുത്ത ബിജു പി മാണി ബ്രിട്ടനിലെ വ്യവസായിയാണ്. മറ്റൊരാള് കരിങ്കുന്നം വടക്കേക്കരയിൽ ഷോയി ചെറിവരെയും ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. അടുത്തത് സ്വാന്തന പരിചരണ മേഖലയിൽ സ്വാഗതം ചെയ്യുന്നു. ഇദ്ദേഹമാണ് ഈ ടീമിൻ്റെ ലീഡറും ക്യാപ്റ്റനും. ലീഡർഷിപ്പ് ഈസ് ആൻ ആർട്ട് ഓഫ് കോർഡിനേഷൻ ആൻഡ് കോർപ്പറേഷൻ. സഹകരണത്തിൻ്റെയും സമന്വയത്തിൻ്റെയും കലയാണ് ഒരു നായകത്വമെങ്കിൽ അത് പൂർണ്ണമായി തെളിയിച്ചുകൊണ്ട് ഈ നാലംഗങ്ങളെയും ഇവിടെ എത്തിച്ച സാബു ചാക്കോയ്ക്ക് നമുക്കൊരു നീണ്ട കയ്യടി സമ്മാനിക്കാം. ഇത്രയൊക്കെ ഉപഹാരങ്ങളും കയ്യടിയും നൽകിയപ്പോൾ ഇവർക്കൊരു ഗാനം കൊണ്ട് നമുക്കൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കാം. പക്ഷെ പാടി സന്തോഷിപ്പിക്കാൻ ദൈവം നൽകിയ പ്രത്യേക അനുഗ്രഹം വേണം. പതിറ്റാണ്ടുകളായി ഗാനരംഗത്തുള്ള ജമ്മ ഷാജി അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ്. ജമ്മ ഷാജി അവരുടെ ഒരു ഗാന അവർക്ക് ഉപഹാരമായി സമർപ്പിക്കുകയാണ്. ആ നല്ല ഒരു വിരുന്നിന് വേണ്ടി നമുക്ക് കാതോർക്കാം. യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ലാത്ത രാജ്യത്ത് അടച്ചിട്ട മുറിയിൽ ആരും കാണാതെ സെക്യൂരിറ്റി, ഞങ്ങൾ തന്നെ സെക്യൂരിറ്റി നിന്ന് പാത്ത് കുർബാന ചെല്ലുകയും അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ പ്രാർത്ഥനകൾ നടത്തിയിരുന്ന കാലത്ത് വർഷങ്ങളോളം സൗദി അറേബ്യയിലെ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് വേണ്ടി പ്രാർത്ഥന ലീഡ് ചെയ്യുകയും പാട്ട് പാടുകയും ചെയ്തിരുന്ന അങ്ങനെ ഒരു സാഹസികത, ഇതിലും സാഹസികമായ രീതിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ വന്നതിന് പ്രത്യേകം പൗരസമിതിയുടെ പ്രത്യേക പഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശി, പ്രിയമുള്ള ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രിയപ്പെട്ട നായകന്മാർ, എൻ്റെ മകനായി ഞാൻ കരുതുന്ന ബിജു പി മാണി, മറ്റ് 3 മക്കൾ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പിതാക്കന്മാരുടെ ദിനമാണ്. അതിൻ്റെവരായ നാട്ടുകാരെ, ഇന്ന് മികച്ച വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന കുട്ടികളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, ക്രിസ്റ്റി ഹോസ്പിറ്റൽ ചാരിറ്റി ഫണ്ട് റൈസിങ്ങിന് വേണ്ടി 22 രാജ്യങ്ങൾ സഞ്ചരിച്ച് ഇന്ന് ഈ പുതുവേലിക്കരയിൽ എത്തിയിരിക്കുന്ന നമ്മുടെ 4 താരങ്ങളെ ഹാർദവുമായി ഈ പുതുവേലി ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജേഷ് ശശി അവർകൾ, ഫാദർ ജോസഫ് ഈടാറകത്ത്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, അതോടൊപ്പം ഇന്നീ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. സ്വാഗത പ്രാസംഗ്യൻ വിജയൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇത്രയും വളരെയധികം കഷ്ടപ്പാടും
ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് വളരെ മനോഹരമായ രീതിയിൽ തന്നെ അവരവരുടെ ദൗത്യം പൂർത്തിയാക്കി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ അതുപോലെയുള്ള ഒരു യശസ് ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലൊരു മലയാളികളുണ്ടാവും. ആ മലയാളികളുടെ ഒപ്പം ഒരു ഈ രോഗദുരിതത്താൽ കഷ്ടപ്പെടുന്ന ഒരാൾ കുറച്ചു പേരുടെയെങ്കിലും അവരുടെ കണ്ണീരൊപ്പാൻ നിങ്ങളുടെ യാത്ര പ്രയോജനപ്പെട്ടെങ്കിൽ അത് വളരെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഒരു നല്ല കാര്യമാണ്. അതുപോലെ തുടർന്നും നിങ്ങളുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഓരോന്നും തുടർന്നുകൊണ്ടും വളരെ മികച്ച രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം. ഞാൻ മിത്രം പ്രസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. 10 വർഷം മുമ്പ് പുതുവേലിയിലൊരു മിത്രം പ്രസിഡൻസ് അസോസിയേഷൻ എന്നൊരു സംഘടന ഉണ്ടായി. ഇപ്പോൾ 110 വേദിയിൽ ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സദസ്സിൽ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, യോഗാധ്യക്ഷൻ, ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, സത്യം പറഞ്ഞാൽ മാഞ്ചസ്റ്ററിൽ നിന്ന് പുതുവേലിയിലേക്ക് കാർ ഓടിച്ച് വരുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് എത്താനായിട്ട്. ഭയങ്കര മഴയും പ്രതികൂല കാലാവസ്ഥയും, അതുകൊണ്ടാണ് വരാൻ വൈകിയത്. ഞാൻ പൊതുവേ ഏത് യോഗത്തിനാണെങ്കിലും സമയത്തിന് അല്പം നേരത്തെ ചെല്ലണം എന്ന് താല്പര്യമുള്ള ആളാണ്. അപ്പോൾ വൈകി വന്നതിൽ ആദ്യമായിട്ട് ക്ഷമ ചോദിക്കാം. അതെ, അപ്പോൾ ഷോയി ചെറിയാൻ, ബിജു പി മാണി, റെജി തോമസ്, സാബു ചാക്കോ എന്നിവരെ എല്ലാം നമ്മൾ അഭിനന്ദിക്കുന്നത്. അവരുടെ സഹധർമ്മിണിമാരായ ലൂസി, ഗ്രേസി, ഡാർസ്ലി, ലിൻസി എന്നിവരാണ്. കാരണം ഇവരുടെ 4 പേരുടെ അനുവാദം ഇല്ലായിരുന്നെങ്കിൽ ഇവർക്ക് അവിടെ നിന്ന് പോരാൻ പറ്റുമായിരുന്നു. ഇവർക്ക് അവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് അവിടുത്തെ പൗരമുഖ്യന്മാരായിരിക്കും അല്ലേ, പൗരപ്രമുഖന്മാരായിരിക്കും വണ്ടിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അതിന് ആശംസാ സന്ദേശം ഞാൻ ഇവിടെ നിന്ന് അയച്ചു. അതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. കാരണം ആശംസാ സന്ദേശമൊക്കെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. അതുപോലെയല്ലല്ലോ ഫ്ലാഗ് ഓഫ് ചെയ്യലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ വരുമ്പോൾ സ്വീകരണം കൊടുക്കുന്നതും അത്ര വലിയ കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ യാത്രകൾ അനുവാദം കൊടുക്കുന്നത് അവരൊരു വീട്ടിൽ ഹിലാരി മുമ്പിൽ എന്ന് പറഞ്ഞില്ല, ടെൻസിങ്ങിൻ്റെ പിന്തുണ ഇല്ലാതെ ഹിലാരിക്ക് കയറാൻ പറ്റില്ല. ആദ്യം കരുതി ഹിലാരി ആണെങ്കിൽ പോലും ടെൻസിങ് പുറകിലുള്ളവരെ പുള്ളിക്ക് കയറാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഈ 4 പേര് വീട്ടിൽ നിന്ന് അനുവാദം കൊടുത്തുകൊണ്ടാണ് ഇവർക്ക് പോകാൻ പറ്റിയത്. അനുവാദം കൊടുക്കാമെന്നൊന്നും ചെറിയ കാര്യമല്ല. ഇവർ 4 പേരെ ഭരിക്കുന്ന അവരാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ അനുവാദം കൊടുത്തു. ഇവർക്ക് മഞ്ഞ പെയിന്റ് അടിച്ചതും അതിൽ മലയാളത്തിൽ എഴുതിയത്. അപ്പോൾ അങ്ങനെ മലയാളത്തിൽ ബോർഡടിച്ച സ്ഥലങ്ങൾ വരെ ഇംഗ്ലണ്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഫ്രാൻസിൽ കുറവാണ്. മലയാളികൾ ഏറ്റവും കുറവുള്ളൊരു സ്ഥലം ഫ്രാൻസാണ് തിരിച്ചത്. അവിടെ മലയാളം ഒരു രക്ഷയില്ല. മലയാളികൾ വളരെ കുറവാണ്. ഇംഗ്ലീഷ് പോലും ഫ്രഞ്ചുകാരും പറയില്ല. ഉപഹാരത്തേക്കാൾ വലുതാണ് നിങ്ങളുടെ കയ്യടിയിൽ നിന്ന് ആ കരഘോഷത്തിൻ്റെ ശബ്ദം. അവരെ പോലെ തന്നെ നമുക്കും അത് ഊർജ്ജദായക. അടുത്തത് മിത്രം റെസിഡൻസ് അസോസിയേഷൻ്റെ ഉപഹാര സമർപ്പണമാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ പയസ് പി മാത്യു, മോഹൻദാസ്, ജോസ് പി എം, ഷൈജു മുളയാനിക്കൽ ഇവർ റെഡിയായി നിൽക്കണം. സ്കൂൾ അവരുടെ പൂർവ്വ വിദ്യാർത്ഥിയെ, ആ സൗഹൃദ കൂട്ടായ്മയെ നമുക്ക് അംഗീകരിക്കാതെ വയ്യ. 87 നിന്നേക്ക് ഇത്തരത്തിൽ മൊബൈലില്ല, 15 പൈസ കാർഡ് പോലും ഇല്ലാത്ത കാലത്തെ ആ സൗഹൃദ കൂട്ടായി ഇപ്പോഴും നിലനിർത്തുകയാണവർ. അതിനെത്തിച്ചേർന്ന മുഴുവൻ കൂട്ടുകാരെയും, പേരറിയില്ലെങ്കിലും പേരുകൊണ്ടില്ലാതെ പോലും നമ്മളോടൊപ്പം ചേർന്ന മുഴുവൻ കൂട്ടുകാരെയും നമുക്കൊരിക്കൽ കൂടി അഭിനന്ദിക്കാം. ആ കൂട്ടായ്മ ഇപ്പോഴും നിലനിർത്തി പോകുന്നത്. അടുത്തതായി മോഹൻദാസ് കുന്നപ്പള്ളി സാബു ചെറിയാന് ഉപഹാരം സമ്മാനിക്കണം. അടുത്ത ഷോയി ചെറിയാന് ഷൈജു മുളയാനിക്കൽ. അടുത്ത റെജി തോമസിന് ഷൈജു മുളയാനിക്കൽ ഉപഹാരം നൽകിയിരിക്കുന്നു. ആൽവിൻ ചെറിയത്തും കൂട്ടുകാരും ചേർന്ന് മറ്റു ഭാരവാഹികളും ചേർന്ന് ഈ 4 പേർക്കും ക്നാനായ കത്തോലിക്ക കോൺഗ്രസ് പുതുവേലിയുടെ ടോക്കൺ ഓഫ് അക്രഡിറ്റേഷൻ
അതിന് നമ്മുടെ കരഘോഷത്തിൻ്റെ അംഗീകാരം കൂടി അവർക്ക് നൽകാം. അക്രഡിറ്റേഷനാണ്. ഇതിനുശേഷം ഇവരുടെ മറുപടി പ്രസംഗം ഇവർ കടന്നു വന്ന കാലങ്ങളിൽ കണ്ടത് ഏതാണ്ട് 62 ദിവസം, 2 മാസത്തിലധിക കാലം, 63 ദിവസം അവർ ചെലവഴിച്ച കഥകൾ ഒക്കെ നമുക്ക് കേൾക്കാനുണ്ടാവും. കരോട്ടുപെരുന്നിലം കുടുംബ കൂട്ടായ്മയുടെ ആദരവാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാരാ? മറ്റേതെങ്കിലും സംഘടനകളോ ആരെങ്കിലും കരുതി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കതിനുള്ള അവസരമാണ്. ഇല്ല എന്ന് കരുതുന്നു. മാതൃദിനവും പിതൃദിനവും സഹോദര ദിനവും നേഴ്സസ് ഡേയും എല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളിലും വാക്കുകളിലുമെല്ലാം വാചാലമാകുമ്പോൾ തങ്ങളുടെ പിതാക്കന്മാരെ കഴിഞ്ഞ 2 മാസക്കാലത്തോളമായി വിട്ടുനിൽക്കുന്ന പ്രിയപ്പെട്ട മക്കൾ അവരവരുടെ അമ്മമാരോടൊപ്പം എത്തിച്ചേർന്ന് തങ്ങളുടെ ഇന്നത്തെ പിതൃദിനത്തിൽ ആ പിതൃദിനം ആ പിതാക്കന്മാർക്ക് എന്നും ഓർമ്മിക്കാൻ തക്കവണ്ണം നാളെ ഞങ്ങൾ നിങ്ങൾക്ക് തുണയും കരുതലും കാതലുമാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അവരുടെ സത്യപ്രസ്താവന എന്ന രീതി ഈ ഹിലാരിയുടെയും ടെൻസിങ്ങിൻ്റെയും കഥ പറഞ്ഞതുപോലെയാണ് ജയശങ്കർ സാറ്. 2 പേര് കൂടി ഈ പ്രധാനപ്പെട്ടവർക്കൊപ്പം ഉണ്ട്. അവരെ ഇവിടെ എത്തിച്ച ആഷിനും അജിയും, ഇവരുടെ ഹിലാരിയാണോ ടെൻസിങ് ആണോ ആദ്യം എത്തിയെന്ന് സാറ് ചോദിച്ച പോലെ ഈ ആഷിനും അജിയും ഈ അഭിമാന നിമിഷത്തിന് എന്തുകൊണ്ടും അർഹരാണ്. ആ 2 പേരെ കൂടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ആഷിനും അജിയും ഈ വേദിയിലേക്ക് കടന്നു വരിക. ഒന്ന് കൈയടിക്കുക എന്നിട്ട് അവർ കടന്നു വരാത്തത്. ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മറുപടിയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, സഹോദരന്മാരെ, ഇന്ന് ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ട് 63 ഡേയ്സായി. അല്ല സാബു? ഏത് കാര്യം ഞാൻ ചെയ്യുമ്പോഴും ഒന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തും സാബുവിനെ വിളിച്ച്. അതിന്ന് ഇവിടെയും ആവർത്തിക്കുന്നു. ഒരു കാര്യമെങ്കിലും ശരിയാവുകയും ചെയ്തു. 63 ഡേയ്സ് കൊണ്ട് ഞങ്ങൾ പുതുവേലിയിലെത്തി. കഴിഞ്ഞ ഏപ്രിൽ 14-ാം തീയതി ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളിൽ ആരൊക്കെ ഈ കേരള മണ്ണിൽ കാലുകുത്തുമെന്നോ, ഞങ്ങളിൽ ആരൊക്കെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കാണാൻ സാധിക്കുമെന്നോ ഉറപ്പില്ലാത്തൊരു യാത്രയായിരുന്നു. എല്ലാം കൊണ്ടും അതിന്നിവിടെ പൂർത്തിയായിരിക്കുകയാണ്. സർവേശ്വരൻ ഞങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം തന്നു. യാത്രാമധ്യേ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായി. വണ്ടി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊന്നും അറിയില്ലാത്ത പല രഹസ്യങ്ങളും ഞങ്ങൾ മൂടി വെച്ചിട്ടുണ്ട്. 1-2 ആക്സിഡൻ്റ് ഉണ്ടായി. ആദ്യത്തെ നിസ്സാരമാണെങ്കിലും രണ്ടാമത്തെ കഠിനമാണെങ്കിലും അതും അവിടെ ഞങ്ങൾ കടന്നുപോയി. അതിലുപരിയായിട്ട് ആരോഗ്യവും ചില സമയങ്ങളിൽ ഞങ്ങളെ പിടിച്ചു ഒലച്ചു. അവിടെ ഞാനായിരുന്നു ശരിക്കും തളർന്നു പോയത്. ഇടയ്ക്കൊന്ന് BP ഷൂട്ടായി. അവിടെയും ഞങ്ങളുടെ ഡോക്ടറും നേഴ്സും
ഞങ്ങളുടെ ക്യാപ്റ്റനും എല്ലാമായ ഞങ്ങളുടെ സാബു. രണ്ടാമത് ആഹാരം കഴിച്ചപ്പോൾ ഞാനൊന്ന് ചോക്കായി, സംസാരിക്കാൻ കഴിയാതെ പെട്ടെന്ന് കണ്ണു തള്ളി. ഞാൻ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഞാൻ തീർന്നു എന്ന് ഞാൻ കരുതി. എൻ്റെ കണ്ണുകൾ അപ്പോഴും തികഞ്ഞത് സാബുവിനെയായിരുന്നു. ഞങ്ങൾ 10-15 പേരിരുന്ന് വട്ടത്തിൽ ഫുഡ് കഴിക്കുമായിരുന്നു. അവിടെ വെച്ചും എൻ്റെ കണ്ണുകൾ പതറിയത് ഞങ്ങളുടെ ക്യാപ്റ്റനായ സാബുവിനെയാണ്. സാബുവും ഷോയ്ചേട്ടനും വന്ന് എന്തൊക്കെ ചെയ്തു. ആ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ തിരിച്ച് വീണ്ടും ലോകത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ അവിടെ നിന്ന് യാത്ര ചെയ്ത് ടിബറ്റിലെത്തിയപ്പോൾ വീണ്ടും ശ്വാസ തടസ്സങ്ങൾ അനേകമുണ്ടായി. ഒരു രാത്രി ഞങ്ങൾ എല്ലാവരും കരുതി, പരസ്പരം പല മുറികളിലാണെങ്കിലും പലരും വിചാരിച്ചു അവരവർ തീർന്നു എന്ന്. അതും കടന്നുപോയി. അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും കടന്ന് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തി. ഓരോ പ്രതിസന്ധികളും നേരിടുമ്പോൾ ഞങ്ങളുടെ യുഗാരിയച്ഛൻ ഞങ്ങൾക്ക് തന്നൊരു കൊന്തയുണ്ടായിരുന്നു. അതിൽ മുറുകെ പിടിച്ച്, ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച്, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഇന്ന് ഇവിടം വരെ യാത്രയായി നിങ്ങളോടൊപ്പം ഇവിടെ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് സാധിച്ചു. തീർച്ചയായിട്ടും പറയാം, ഞങ്ങളിങ്ങനെയൊരു സ്വീകരണ പരിപാടി ഒന്നും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചത്. അവിടുത്തെ തുടക്കം തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഗംഭീരമായിരുന്നു. അവിടെയുള്ള എല്ലാവരും സഹകരിച്ച് ഞങ്ങൾക്ക് നല്ലൊരു യാത്രയയപ്പ് നൽകി. ഒടുക്കവും ഇവിടെ വന്ന് ചേരുമ്പോഴും ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എൻ്റെ നല്ല നാട്ടുകാരും ഇടവാംഗങ്ങളും സുഹൃത്തുക്കളും പൗരസമിതിയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാതി ഭേദമന്യേ എല്ലാവരും സഹകരിച്ചു. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വരവേൽപ്പ് നൽകുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ 4 പേരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പേര് നേരെ നിന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആരും എന്നെ തുറച്ചു നോക്കല്ല, ഞാൻ ഇട്ടേച്ചു പോകും. കഴിഞ്ഞ ഏപ്രിൽ 14-ാം തീയതി മാഞ്ചസ്റ്ററിൽ നിന്ന് പുറപ്പെട്ട് 63-ാമത്തെ ദിവസം ഇവിടെ എത്തി നിൽക്കുന്ന ഈ യാത്ര ഒരുപക്ഷെ ആരും അറിയാതെ യാത്ര ചെയ്ത് തീർക്കണമെന്നായിരുന്നു എൻ്റെയും റജിയുടെയും ഷോയിച്ചാൻ്റെയും പ്ലാൻ. അതിനിടയ്ക്കാണ് നിങ്ങളുടെ ബിജു പി മാണി ഞങ്ങളുടെ ചേട്ടായി ഇതിനകത്തോട്ട് കയറി വന്നത്. അവനിത് പിന്നെ മൊത്തം വൈറലാക്കി. അവിടെയുള്ള മനുഷ്യർക്ക് ഡെയിലി ഫേസ്ബുക്കിലും വാട്സാപ്പിലും മെസ്സേജ് അയച്ച് സൗകര്യം കൊടുക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് പോയാൽ മതി എന്നായിരുന്നു ആൾക്കാർക്ക്. അതുപോലെ ഇവനാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ, കുക്ക്, എല്ലാം. ഞങ്ങൾക്ക് സമയാസമയം ആഹാരം ഉണ്ടാക്കി തന്നൊക്കെ ബിജു പി മാണിയാണ്. അപ്പം ഈ 63 ദിവസത്തിൽ എനിക്കറിയാം ഇവർക്ക് എപ്പോൾ വിശക്കും, എപ്പോൾ ദേഷ്യം വരും, എപ്പം മൂത്രം ഒഴിക്കണം. ഇതൊക്കെ ഞാൻ 63 ദിവസം കൊണ്ട് പഠിച്ചു. ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ 25 വർഷം ജീവിച്ചിട്ടും അവിടെ പല സ്വഭാവങ്ങളും എനിക്കറിയത്തില്ല. പക്ഷേ ഇവരുടെ 3 പേര് അനങ്ങുമ്പം എനിക്കറിയാം ഇവർക്ക് എന്താ വേണ്ടെന്ന്. അതുപോലെ ഞങ്ങൾ സ്നേഹമായിട്ട് ഒരു വഴക്കുമില്ല. വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആർഗ്യുമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ 2-3 മിനിറ്റ് കഴിയുമ്പം എല്ലാം ബാക്ക് ടു നോർമലായി. കാറിനകത്ത് ഞങ്ങൾ പഴയ പോലെ ചെയ്യും. ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം പ്ലാൻ ചെയ്യും, പിറ്റേ ദിവസം എവിടം വരെ എത്ര മണിക്കൂർ അല്ലെ എത്ര കിലോമീറ്റർ യാത്ര ചെയ്യണമെന്ന്. ഞാൻ പറയും, ഇവരെല്ലാവരും അനുസരിക്കും. ഒരു ആർഗ്യുമെൻറ്റോ ഒരു എതിരഭിപ്രായവും ഇല്ല. എനിക്ക് കിട്ടിയ 3 മുത്താണ് ബിജു പി മാണിയും ഷോയും റജിയും. ഇവരില്ലെങ്കിൽ ഈ യാത്ര സാധ്യമാകുകയില്ല. പിന്നെ ഇന്ന് രാവിലെ ഇവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് പുട്ട് കഴിക്കണമെന്ന് പറഞ്ഞു. ഈ പൊതുവേലി വന്ന് ചായക്കടയിൽ നിന്ന് പുട്ട് കഴിച്ചപ്പം എനിക്ക് മനസ്സിലായില്ല, ഇതുപോലെ തള്ളി മറിക്കാനാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നെ ഇങ്ങനെ പൊക്കി ഇന്നുകൂടെ തീരും. നാളെ എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഈ പൊതുവേലിയിലെ എല്ലാ നല്ലവരായ ജനങ്ങൾക്കും നന്ദി, നമസ്കാരം. വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് യാത്രയെപ്പറ്റി എന്തിനു ചോദിക്കണമെങ്കിൽ ഞാൻ എൻ്റെ മറുപടി പറയാം. അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. താങ്ക് യു വെരി മച്ച്. ഇവിടെ കൂടി ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ബിജു പി മാണി 5 മിനിറ്റ് കൂടുതൽ പ്രസംഗിച്ചു. എനിക്ക് 2 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് മാക്സിമം 90 സെക്കൻഡിൽ തീർത്തോളാം. ഇപ്പോൾ സാബു ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു നോട്ടിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ സാബുവിനെ വിളിച്ച് പറഞ്ഞു, സാബു ഞാൻ പറയാൻ റെഡിയാന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് റെജി വന്നു. ഞങ്ങൾ 3 പേര് എല്ലാം പ്ലാൻ കയറി വന്നു. ലാസ്റ്റ് മൊമെൻറ്റിൽ ബിജു വന്നു. ബിജു വന്നപ്പോൾ ഇതിന് നല്ലൊരു കൊഴുപ്പുണ്ടായി. ബിജു നന്നായിട്ട് പ്രസംഗം പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം ഞങ്ങൾ തരണം ചെയ്തു. ഓരോ ബുദ്ധിമുട്ട് വരുമ്പോഴും സാബു ചോദിക്കും, ചോദിച്ചായ അപ്പം ഞാൻ സാബുന്ന് പറഞ്ഞു ഇതും കടന്നു പോകും. ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങളിങ്ങനെ ഒന്നിച്ചു പോന്നു. പിന്നെ ഈ യാത്രയിൽ ഞങ്ങൾക്കൊരു നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഈ സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ എന്നൊരു വചനം മനസ്സിലുണ്ട്. അതുകൊണ്ട് ചാരിറ്റിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും റെഡിയായി. ആ സൽകൃത്യങ്ങൾ ഞങ്ങൾ ചെയ്യുകയും ചെയ്തു. പിന്നെ രണ്ടാമത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാലേ നമ്മളെല്ലാവരും ഒരു ദിവസം മരിച്ചു പോകും. അത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ഒരു അടയാളങ്ങൾ, ഇപ്പം വരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഷോയ് പപ്പായും അല്ലെ ബിജു പപ്പായും സാഹു പപ്പായും ഇവരെല്ലാവരും പോയി ഇങ്ങനെയൊക്കെ കണ്ടു. ഇതേപ്പറ്റിയുള്ള എക്സ്പീരിയൻസ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതൊരു നല്ല അനുഭവമായിരുന്നു. ഇത് സുഖകരമല്ല. നമ്മുടെ ജയശങ്കർ സാർ പറഞ്ഞ പോലെ ടെൻസിങ് ആണോ ഹിലാരിയാണോ എന്ന് പറഞ്ഞാൽ ഇതൊരു ഒട്ടും സുഖകരമുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇതൊരു എക്സ്പെൻസീവ് ഹോളിഡേ ആണ്. എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് സാബുവിനെ പറ്റി പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഉള്ളതിൽ ഞാനാണ് ഹെഡ് മാസ്റ്റർ, പക്ഷേ സാബു ആണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ. ബിജു എപ്പം ചൂടായാലും 1 മിനിറ്റ് കൊണ്ട് ചൂടാകും, 10 സെക്കൻഡ് കൊണ്ട് തണുക്കും. ഇതെല്ലാം തരണം ചെയ്തു. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തും സാബുവാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ഉള്ളൊരു സെക്യൂരിറ്റി ആയിട്ടും എന്ത് വിഷയം വന്നാലും വലുപ്പമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ, നമ്മുടെ റെജി ഞങ്ങളിങ്ങനെ തമാശകൾ പറഞ്ഞും കഥകൾ പറഞ്ഞും പ്രാർത്ഥനകൾ പറഞ്ഞും അവരെ എന്നൊക്കെ അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അവരിൽ നിന്ന് ഒത്തിരി നോളജ് എനിക്ക് കിട്ടി. അതുപോലെ പിന്നെ സൈൻ ലാംഗ്വേജും പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്കറിയത്തില്ല എന്താ വേണ്ടതെന്നുള്ളത്. ഞങ്ങളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ 3-4 ടൈപ്പ് മീറ്റ് ഉണ്ട്. ഇത് എന്താണെന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചോദിച്ചിട്ടും അവർക്ക് അറിയത്തില്ല. അവസാനം ഞാൻ ആട് കരയുന്നല്ലേ മേ എന്ന് കരഞ്ഞപ്പം ഇത് ആടാണെന്നും, സാബു അന്നേരം എന്ന് കരഞ്ഞപ്പം ഇത് ബീഫാണെന്നും പറഞ്ഞ് ഫുഡ് എടുത്തു തന്നു. അങ്ങനത്തെ ഒത്തിരി രസകരമായ ഓർമ്മകളുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തി. നിങ്ങളെല്ലാവരെയും കാണാനും പിന്നെ ഒരിക്കലും ഒരു ശ്വാസമുട്ടലുണ്ടായപ്പം ഞാൻ ഓർത്ത് ദൈവമേ ചാച്ചൻ്റെ അമ്മച്ചിൻ്റെ അടുത്തേക്ക് പോവുക. പക്ഷെ ഇന്നലെ ഞങ്ങളിവിടെ മൂവാറ്റോട് വന്നപ്പം ലൂസി നാട്ടിൽ ഇവിടെ വന്നു. അവൾ എന്നെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ യാത്രയിൽ എനിക്ക് ഇന്നലെ വീട്ടിൽ പോകേണ്ടി വന്നു. പക്ഷേ എല്ലാം വളരെ നന്നായിരുന്നു. എല്ലാവരെയും ഓർക്കുമായിരുന്നു. എല്ലാം ഭംഗിയായിട്ട് വന്നു. പിന്നെ ജയശങ്കർ സാർ വീട്ടിൽ വന്നു. ഞങ്ങൾ ഒത്തിരി സ്റ്റോറികളൊക്കെ പറഞ്ഞ് ഇന്ന് ആ സ്റ്റോറിയിൽ ഒരു ചെറിയ പ്രാർത്ഥന പകുതി സാറ് പറഞ്ഞു. അത് പിന്നെ എപ്പോഴെങ്കിലും സമയം പോലെ പഠിപ്പിക്കാം. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. എന്നാ പറയണ്ടേ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവിടെ ഈ സ്വീകരണം തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളതെല്ലാം ബാക്കി സാവും ബിജുവൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. ഹലോ വിവേഴ്സ്, KVTVയുടെ എല്ലാ പ്രേക്ഷകർക്കും നമുക്കറിയാം ഏതാണ്ട് 60 ദിവസം കൊണ്ടാണ് 2 മാസം എടുത്ത് UK നിന്നും ഈ 4 പേര് ഇവിടെ എത്തുവാനായിട്ട്, അതും കാറ് റോഡ് മാർഗം വഴിയാണ് ഇവർ എത്തിയിരിക്കുന്നത്. എത്രയോ മൈലുകൾ താണ്ടിയാണ് ഇവർ എത്തിയിരിക്കുന്നത് ഇവിടെ. അപ്പം ഇന്ന് പുതുവേലിയുടെ മണ്ണിൽ ഇവർക്ക് ഒരു വരവേൽപ്പായിരുന്നു. നമുക്കറിയാം ഇതിന് മുന്നേ ഇപ്പോൾ ഈ ലൈവിലൂടെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ, ലോകമെമ്പാടുമുള്ള KVTVയുടെ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവരോട് ഏതാണ്ട് കുറച്ച് കാര്യം മാത്രം ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ 60 ദിവസത്തെ ഈ യാത്ര?
വളരെ സന്തോഷകരമായിരുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ തരണം ചെയ്തു. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങളുടെ ക്യാപ്റ്റനോട് പറയും, ഇതും കടന്നു പോകും. ഞങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ തിരിച്ചു പോന്നു. എവിടെയാണ് വീട് ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ വീട് കരിങ്കുന്നം, വീട്ടുപേര് വടക്കേക്കര ഇലവുങ്കൽ. എന്റെ ഭാര്യ ലൂസി. ഹലോ. ലൂസിയുടെ വീട് എവിടെയാ? ഹലോ, എന്റെ പേര് ലൂസി ഷോയി. എന്റെ വീട് കുറുമുള്ളൂർ കോളവേലി പറമ്പിൽ. ഓക്കെ, അടുത്തയാളെ നമുക്ക് പരിചയപ്പെടാം. 4 പ്രശസ്ത വ്യക്തികളാണ് നമ്മോടിപ്പം ഈ അവിടുന്ന് 60 ദിവസം കൊണ്ട് ഇവിടെ പുതുവേലിയുടെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് ഉള്ള ക്യാപ്റ്റൻ, എല്ലാവരും ക്യാപ്റ്റന്മാരാണ്, എന്നാലും അടുത്ത ക്യാപ്റ്റനോട് നമുക്ക് ചോദിക്കാം. ഇത് കമാൻഡർ ആണല്ലേ? ഓക്കെ. എൻ്റെ പേര് സാബു ചാക്കോ. ഞാൻ കോട്ടയം സംക്രാന്തി സ്വദേശിയാണ്. UK മാഞ്ചസ്റ്ററിൽ ജീവിക്കുന്നു. ഇതെൻ്റെ ഭാര്യ ലിൻസി തോമസ്, കുട്ടനാട്ടുകാരിയാണ്. കുട്ടനാട് ഇപ്പം ഇവിടെ നല്ല മഴയുണ്ട്. കുട്ടനാടൊക്കെ വെള്ളം കയറിയിരിക്കാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? വെള്ളം കയറി ഇറങ്ങി സ്വസ്ഥമായിട്ട് പോകാന്നുള്ള. ഓക്കെ, അടുത്തയാള് തിരുവേലിക്കാരനാണ് റെജി തോമസ്, ലാലി, കോട്ടയം. അടുത്തയാള് ഇതിന്റെ ക്യാപ്റ്റൻ എല്ലാവരും ക്യാപ്റ്റന്മാരാണ്. എല്ലാവരും ക്യാപ്റ്റൻ മാറി മാറി വണ്ടി ഓടിച്ചോണ്ട് വരുമായിരുന്നു അല്ലെ? ഓൾ ഇൻ ഓൾ. ഓക്കെ, സുരക്ഷിതമായിട്ടിരിക്കുന്നു. ഓക്കെ, എന്നാലും വളരെ ദൈവാനുഗ്രഹത്തോടെ ഈ 60 ദിവസം കൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ദൈവ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. KVTVയുടെ എല്ലാ പ്രേക്ഷകരും ഇവർക്ക് നല്ലൊരു സപ്പോർട്ടായിട്ടാണ് അന്നും അവിടുന്ന് UK നിന്ന് നമ്മൾ ചാനലിൽ നമ്മൾ KVTV ലൈവ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ദൗത്യമാണ്, അതുപോലെ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ദൈവാനുഗ്രഹത്തോടെ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ എത്തിച്ചേർന്ന ഈ മഹത് വ്യക്തികളെ, ഈ 4 പേരെയും KVTVയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു, പ്രാർത്ഥനയും നേരുന്നു. അതോടൊപ്പം ഒരാളെ കൂടെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ബിജു പി മാണി. ഞാൻ ഇവിടെ തന്നെ ഉള്ള ആളാണ്, പുതുവേലിൽ തന്നെ ഉള്ള ആളാണ്. UK മാഞ്ചസ്റ്ററിൽ എല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ യാത്രയൊക്കെ വളരെ ഭംഗിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം ഞങ്ങൾ തരണം ചെയ്തു. മുന്നോട്ട് പോയത് ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ളൊരു മുദ്രാവാക്യമായിരുന്നു ഞങ്ങൾക്കുള്ളത്. അതെല്ലാം വെച്ച് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് എത്തി. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് ഒരു മാഞ്ചസ്റ്ററിലെ ഒരു കുടുംബമായിട്ട് തന്നെ അല്ലെ? അത് ഓരോ 4 കുടുംബക്കാരാണേലും ഇതൊരു ഒറ്റ കുടുംബമായിട്ടാണ് ഇവരിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിന്റെ സന്തോഷം ഇവരുടെ മുഖത്തുണ്ട്. വളരെയധികം സന്തോഷം. പ്രേക്ഷകരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവിധ അനുഗ്രഹവും പ്രാർത്ഥനയും ഒന്നുകൂടെ KVTVയുടെ എല്ലാ നാമത്തിലും, ജ്ഞാനായ വോയിസിന്റെ എല്ലാ നാമത്തിലും നിങ്ങൾക്ക് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.